പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ് മുടി നരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ ചെറുപ്പക്കാരിലും മുടിനര ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നു. മുടി കൊഴിച്ചിലും താരനും എല്ലാം ഒരു പ്രശ്നം തന്നെയാണ്. അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് എത്ര വെളുത്ത മുടിയും വേരോടെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നമ്മുടെ ഉള്ള മുടിയും കൂടെ നരച്ച് കളയാതെ മുടി കൊഴിച്ചിലും എല്ലാം വന്ന് മൊട്ടത്തലയാകുന്നതിനും എത്രയോ ഭേദമാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ഹെയർ ഡൈ ഓയിലുകളും അതുപോലെ തന്നെ ഹെയർ പായ്ക്കുകളും ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പാർലർ കൊണ്ട് വെറുതെ കാശ് കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് നമ്മുടെ മുടിക്കും സ്കിന്നിനും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ് വേണ്ടത്. അതുകൊണ്ടാണ് കുതിർക്കാനിട്ടേക്കുന്നത്. അരമണിക്കൂർ മുമ്പേ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൈപിടി മുരിങ്ങയില വേണം. മുരിങ്ങയില ഒരുപാട് നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താനായിട്ടും മുടി വളർച്ചയ്ക്കും താരം പോകാനായിട്ടും എല്ലാം മുരിങ്ങയില നല്ലതാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. കരിഞ്ജീരകം മുടി വളർച്ചയ്ക്കും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പണ്ട് കാലം മുതൽക്കേ നമുക്ക് മുടി സംരക്ഷണത്തിനായ ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് അല്ലേ. അപ്പം ഒരു കൈപിടി മുരിങ്ങയില, 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെത്തിപ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര മില്ലി എണ്ണയ്ക്കുള്ള അളവാണെന്ന് ഞാൻ പറയാം. അപ്പം ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും കറക്റ്റാണ് കേട്ടോ. ഈ ഒരു കറക്റ്റ് രീതിയിൽ നിങ്ങൾ എടുക്കാവുള്ളൂ. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. ഈ ഒരു കറക്റ്റ് രീതിയിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം എണ്ണ കാച്ചുന്നവർക്ക് ആ ഒരു രീതി അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഏത് കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് തേച്ച് കൊടുക്കാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ചെറുപ്പത്തിലെ പിള്ളേർക്കൊക്കെ മുടി നരയ്ക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് മുടിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചെത്തി, അതായത് ചെത്തി എന്ന് പറഞ്ഞാൽ ഒരു ചെത്തിപ്പൂവാണ് എടുത്തേക്കുന്നത്. ചുമല ചെത്തിയുടെ ഒരു ചെത്തിപ്പൂവാണ്. ഏത് ചെത്തി വേണം എടുക്കാം. കുറച്ചും കൂടെ നല്ലത് ചുമല ചെത്തിയാണ്, നാടൻ ചെത്തിയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെത്തിപ്പൂ കൂടെ കൂട്ടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക, അത്രയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഹെന്നയൊക്കെ ചെയ്യുന്ന പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാലും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്ന് അരച്ച് വെച്ചിട്ട് ഇന്ന് തേക്കാൻ പറ്റിയില്ലെങ്കിൽ ഫ്രിഡ്ജിൽ അരച്ച് വെക്കുക. പിറ്റേ ദിവസം നമുക്ക് എടുത്ത് വെക്കാം. 2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. 3-ാം ദിവസം എടുത്താൽ കൊള്ളത്തില്ല. 2 ദിവസം മാക്സിമം ഇതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ എണ്ണ കാച്ചാൻ സമയമില്ലെങ്കിലും അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം 2 ദിവസം വരെ കേട്ടോ. പിന്നെ നമുക്കൊരു ഇരുമ്പിൻ്റെ കടായോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ എടുക്കുക. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇരുമ്പിൻ്റെ ആ ഒരു കടായിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഇരുമ്പ് കടായി ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിലുള്ള എണ്ണയാണ് വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിന് ഞാൻ എടുക്കുന്ന 100 മില്ലി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട്, അതായത് ഹെയർ ഡൈ ഓയിൽ തയ്യാറാക്കാനായിട്ട് 100 മില്ലി വെളിച്ചെണ്ണയാണ് ആവശ്യം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കറക്റ്റ് രീതിയിൽ നിങ്ങൾ ചെയ്യാവുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെ തന്നെ ഈ എണ്ണ യൂസ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജലദോഷമോ അങ്ങനെ കുഞ്ഞു മക്കൾക്ക് ജലദോഷമോ ഉണ്ടാകുന്നവരാണെങ്കിൽ, വലിയവർക്ക് അലർജി പ്രശ്നമോ പിന്നെ എന്താ പറയുക ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു കൈപിടി പനിക്കൂർക്കയുടെ ഇലയും ഒരു കൈപിടി തുളസി ഇലയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല, അല്ലാതെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീ കുറച്ച് വെക്കണം. അതിനുശേഷം പതുക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാതിരിക്കരുത് കേട്ടോ. കൈവിടാതെ ഇളക്കണം. അതാണ് ഈ എണ്ണയുടെ ഒരു പ്രത്യേകത. കൈ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പകുതി കരിഞ്ഞും പകുതി കരിയാതെയും ഒക്കെ കിടക്കും. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ എണ്ണ നമുക്ക് കാച്ചിയെടുക്കാനായിട്ട്. അതാണ് ചില ആൾക്കാർ എണ്ണ കാച്ചുമ്പോഴത്തേനും മൂപ്പ് കൂടിപ്പോയിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നതും റിസൾട്ട് ഇല്ലാതെ വരുന്നതിൻ്റെ കാരണം എങ്ങനെയാണ്. എണ്ണ കാച്ചുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാച്ചിയെടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതിന് യാതൊരു ഗുണവും കാണത്തില്ല.
അപ്പം ഞാനിത് കൈവിടാതെ തന്നെയാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു സെക്കൻഡൊക്കെ ഒന്ന് നമുക്ക് മാറി ഒരു 1-2 സെക്കൻഡൊക്കെ ഒന്ന് മാറ്റി കൈ കഴിക്കുന്നുണ്ടെങ്കിൽ മാറ്റിയിടാം. പക്ഷേ കൂടുതലും അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എണ്ണയുടെ കളറൊക്കെ ഇപ്പം തന്നെ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴാണോ ഒരു എണ്ണ ഇറക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അടിപൊളി ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം, യാതൊരു കേടുമാവത്തില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഇരട്ടി, ഞാനിപ്പോൾ എടുത്ത സാധനങ്ങളുടെ അതേ രീതിയിൽ ഇരട്ടി എടുത്തിട്ട് ഉണ്ടാക്കുക. 1 കിലോ എണ്ണയ്ക്കോ 1/2 കിലോ എണ്ണയ്ക്കോ ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്ക് 1 പിടി എന്നുള്ള 2 പിടി കൈപിടി മുരിങ്ങയില എടുക്കുക. ചെത്തിപ്പൂ ഉണ്ടെങ്കിൽ അതെടുക്കുക. ചെമ്പരത്തിപ്പൂവിൻ്റെ കണക്കും ഇരട്ടിയാക്കുക. ഇങ്ങനെ ഇരട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാച്ചി വെക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാച്ചി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ കൈ കഴിച്ചപ്പോൾ ഞാൻ 1 സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചു, 1-2 സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചു, പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ആ ഒരു ഇട്ട സാധനം ഒരു തരിതിരിപ്പ്, ഒരു കയ്യിൽ തൊടുമ്പോൾ ഒരു തരിതിരിപ്പ് പോലെ, ഒരു മണൽ പരുവം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ അതിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയ്ക്ക് നല്ല കട്ട കറുപ്പായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മുടെ കർപ്പൂരം. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ചൊറിച്ചിൽ, തലയോട്ടിലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഈ ഒരു കർപ്പൂരം കേട്ടോ. അപ്പോൾ കർപ്പൂരം ആവശ്യമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവരിടണ്ട. കർപ്പൂരം ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷെ കൂടി പോരുത്. ഇതിൽ ഒരു വലിയ ക്യാപ്സൂളാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ഇട്ടാൽ മതി. ചെറിയ കുഞ്ഞു വട്ടത്തിലുള്ള പപ്പടം പോലത്തെ ക്യാപ്സൂൾ ഇടും, കുഞ്ഞ് കട്ടി കുറഞ്ഞ, അതാണെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഇടാം. ഇത് കട്ടിയുള്ള ക്യാപ്സൂളായതുകൊണ്ട് അതിൻ്റെ പകുതിയുടെ ഒരു കാൽഭാഗത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്, 1/2 ഭാഗം ഇട്ടിട്ടില്ല കേട്ടോ, അത്രയും ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നല്ലവണ്ണം കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മാറ്റി 1 ദിവസം ഫുള്ളൊന്ന് മാറ്റി വെക്കാം. 1 ദിവസം ഫുള്ള് തന്നെ നിങ്ങൾ ഈ എണ്ണ വെക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് എടുത്ത്. ഇപ്പോൾ എണ്ണയ്ക്കകത്ത് നല്ല രീതിയിൽ അതെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങി അലിഞ്ഞിരിക്കും. എന്നിട്ട് വേണം പിറ്റേ ദിവസം ഒരു വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. 1 ദിവസം ഫുള്ള് രാത്രി വെച്ച് കഴിഞ്ഞ് ഉണ്ടാക്കി അന്ന് വൈകിട്ട് വെച്ചു, പിറ്റേ ദിവസം വൈകിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിയിലൊരു കരിമ്പച്ച കളർ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ഈ എണ്ണ. നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, അതായത് കുഞ്ഞു പിള്ളേർക്കൊക്കെ 4, 5 വയസ്സ്, 2, 3 വയസ്സുള്ള പിള്ളേർക്കൊക്കെയാണ് നമുക്ക് തേച്ച് കൊടുക്കാം. മുടി നന്നായിട്ട് വളരാനായിട്ടും ഈ ചെമ്പൻ നിറമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ മുടി അവർക്കൊക്കെ നല്ലപോലെ കറുത്ത മുടി പിന്നീട് വരാനായിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന പിഴിഞ്ഞ കക്കലല്ലേ, വേസ്റ്റ്, അത് നമുക്ക് കാലിലും കയ്യിലും ഒക്കെ തേക്കാം. മുരിച്ചിലൊക്കെ മാറാനായിട്ടും ആ ഒരു ടാനൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. കാലിലും കയ്യിലും ഒക്കെ നമുക്ക് തേക്കാം, മാറ്റി വെച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഈ എണ്ണ കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക, നിങ്ങൾ ഉപയോഗിക്കുക. സ്കാൾപ്പിൽ നന്നായിട്ട് തേക്കുക, മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇങ്ങനെ നിങ്ങൾ പതിവായി തേക്കുന്നത് മൂലം നിങ്ങളുടെ നരച്ച മുടിയൊക്കെ, റൂട്ടിൽ നിന്ന് വരുന്ന മുടിയെല്ലാം നല്ല കറുപ്പ് മുടിയായിട്ട് വരും. മുടി കൊഴിച്ചിലും മാറും, താരനും മാറും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേക്കാം. ചെറുപ്പത്തിലെ നരയ്ക്കുന്നവർക്കൊക്കെ തേച്ച് തുടങ്ങിയാൽ പൂർണ്ണമായിട്ടും നര മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ.